പോർച്ചുഗലിലെ ഫാത്തിമ തീർത്ഥാടന കേന്ദ്രമാണിത്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യക്ഷപ്പെടൽ മൂലം ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന, ഒരുപാട് തീർത്ഥാടകർ സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്. പോർച്ചുഗലിൽ ലിസ്ബണിൽ വന്ന് വിമാനം ഇറങ്ങിയാൽ അവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ ബസ് യാത്രയുണ്ട് ഫാത്തിമയിലേക്ക്. ഒരു ചെറു പട്ടണമാണ്. ഈ പട്ടണത്തിൻ്റെ പ്രധാന കേന്ദ്രവും ഈ ദേവാലയം തന്നെയാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലത്ത് ഇന്നൊരു സാങ്ച്വറിയും അതിനോട് ചേർന്നുള്ള സൗകര്യങ്ങളുമുണ്ട്. ഒരു വലിയ കുരിശുരൂപം, ഒപ്പം സാങ്ച്വറിയുടെ വലിയ ദേവാലയം, അപ്പരീഷൻ്റെ ചെറിയൊരു ചാപ്പൽ, പിന്നീട് കുമ്പസാരത്തിനും മറ്റുമായിട്ടുള്ള സൗകര്യങ്ങൾ. ഒരുപാട് വിശ്വാസികൾ വന്നിവിടെ പ്രാർത്ഥിക്കാറുണ്ട്. ചിലർ ഇവിടെ ജപമാല ചൊല്ലുന്നതും മുട്ടിൽ നീന്തുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1917 ആണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം 3 കുട്ടികൾക്ക് ലഭിക്കുന്നത്. ലൂസിയ, ജസീന്ത, ഫ്രാൻസിസ് എന്നിവരാണ് പരിശുദ്ധ കന്യാമറിയത്തെ കണ്ടത്. കുട്ടികൾക്ക് ലഭിച്ച ദർശനത്തിന് ശേഷം പിന്നീട് കുട്ടികളുടെ നിർദ്ദേശപ്രകാരം തടിച്ചുകൂടിയ ഒരു വലിയ ജനക്കൂട്ടത്തിന് മുൻപിലും ഒരു പ്രത്യക്ഷീകരണവും അത്ഭുതവും അടയാളവും ലഭിക്കുകയുണ്ടായി. അന്നു മുതൽ ഇന്നോളം ഒരുപാട് തീർത്ഥാടകർ ഇവിടെ വരികയും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും തങ്ങളുടെ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്തു പോരും.